ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹാഫിദ് ബിൻ ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ മുനബ്ബിഹാത്ത് എന്ന ഗ്രന്ഥത്തിലൂടെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉണർത്തുമൊഴികളാണ് നാം പഠിക്കുന്നത്. പരലോകത്തേക്ക് ഉള്ള യാത്രക്കാരാകുന്ന നമുക്ക് ആ സഞ്ചാരത്തിലെ ഉപദേശങ്ങൾ നാം പാലിക്കേണ്ട കാര്യങ്ങൾ. മഹാനായ സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുസ്നു തവദ്ദുദി ഇലൻ നാസി നിസ്ഫുൽ അഖ്ലി വഹുസ്നു സുആലി നിസ്ഫുൽ ഇൽമി വഹുസ്നു തദ്ബീരി നിസ്ഫുൽ മഈഷ. 3 കാര്യങ്ങളാണ് ഇവിടെ ഉൾക്കൊണ്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഉപദേശങ്ങളാണ്. നേരത്തെ 2 ഉപദേശങ്ങൾ അത് കഴിഞ്ഞു. ഹുസ്നു തവദ്ദുദി ഇലൻ നാസി നിസ്ഫുൽ അഖ്ലി, ജനങ്ങളിലേക്ക് നല്ല നിലയിൽ സ്നേഹം പ്രകടിപ്പിക്കൽ, അത് ബുദ്ധിയുടെ പകുതിയാണത്. അപ്പോൾ മറ്റുള്ളവരോട് സ്നേഹമുണ്ടാവുക എന്നത് അത് നല്ല ബുദ്ധിയുള്ള ഒരു ശൈലിയാണ്, ബുദ്ധിമാന്മാരുടെ ശൈലിയാണ്. വഹുസ്നു സുആലി നിസ്ഫുൽ ഇൽമി, നല്ല ചോദ്യം ചോദിക്കൽ എന്നുള്ളത് അത് ഇൽമിൻ്റെ പകുതിയാണ്, വിജ്ഞാനത്തിൻ്റെ പകുതിയാണ്. ഒരു വൈജ്ഞാനികമായ ഇടപെടലുകളിൽ ചോദ്യം ചോദിക്കുക, നല്ല ചോദ്യം ചോദിക്കുക, എന്തെങ്കിലും ചോദ്യമല്ല, നല്ല ചോദ്യം ചോദിക്കൽ എന്നുള്ളത് അത് ഇൽമിൻ്റെ പകുതി തന്നെ ആയിത്തീർന്നു ആ ചോദ്യം. വഹുസ്നു തദ്ബീരി നിസ്ഫുൽ മഈഷ, മറ്റൊന്ന് പറഞ്ഞു നല്ല നിയന്ത്രണം, കാര്യങ്ങളിലൊക്കെ നല്ല നിയന്ത്രണത്തോടു കൂടെ പോവുക. അപ്പോൾ അത് ജീവിതത്തിൻ്റെ തന്നെ പകുതി അതായി. ജീവിതത്തിൻ്റെ തന്നെ ഒരു പ്രധാന ഘടകമാണ് നല്ല നിയന്ത്രണം. എല്ലാ കാര്യങ്ങളിലും നല്ല ചിട്ടകൾ, നല്ല നിയന്ത്രണങ്ങൾ അത് വേണം. നമ്മൾ സാധാരണ പറയാണ്ട് അടുക്കും ചിട്ടയും വേണം എന്ന്. എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് ജീവിച്ചാൽ പോരാ. അത് നമ്മുടെ ദൈനംദിന ചര്യകളുടെ വിഷയത്തിലാണെങ്കിലും സാമ്പത്തിക സ്വരൂപണവും അതേപോലെ ചെലവഴിക്കലും അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും നല്ല ചിട്ടകൾ ഉണ്ടാവണം. ഇവിടെ ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഉപദേശത്തിലേക്ക് നമ്മൾ കടന്നപ്പോൾ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ്, രണ്ടാമത് പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഉപദേശം, അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഉപദേശം. അതാണിപ്പോൾ നമ്മൾ വായിച്ചത്. അടുത്തത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശമാണ്. മൻ തറക ദുനിയാ അഹബ്ബഹുല്ലാഹു തആല, ആരെങ്കിലും ദുന്യാവിനെ ഒഴിവാക്കിയാൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടും. ദുന്യാവിനോട് കാര്യമായിട്ട് താല്പര്യം കാണിക്കാതിരുന്നാൽ അവനോട് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. ഒമൻ തറക്ക ദുനൂബ അഹബ്ബഹുൽ മലായിക്ക, തെറ്റുകളെ ഒരാൾ ഒഴിവാക്കുകയാണെങ്കിൽ അവനോട് മലക്കുകൾക്ക് വലിയ ഇഷ്ടമാണ്. തെറ്റുകൾ ഒഴിവാക്കി ജീവിച്ചാൽ വമൻ ഹസമത്വമഅ അനിൽ മുസ്ലിമീൻ അഹബ്ബഹുൽ മുസ്ലിമൂൻ. അപ്പോൾ ആദ്യം പറഞ്ഞ ആളോട് അള്ളാഹ്ക്ക് ഇഷ്ടം, രണ്ടാമത് പറഞ്ഞ ഒരാൾ അയാളോട് മലക്കുകൾക്ക് ഇഷ്ടം, ഇവിടെ മൂന്നാമതൊരാളെ പറ്റി പറയണു അയാളോട് മുസ്ലിമീങ്ങൾക്ക് വലിയ ഇഷ്ടമായിരിക്കും. അതാരാ? മുസ്ലിമീങ്ങളിൽ നിന്ന് ആഗ്രഹത്തെ മുറിച്ചു കളഞ്ഞതായ ആൾ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന സമ്പത്തോ എന്തെങ്കിലുമൊക്കെ ഒരാളുടെ അധീനതയിലുണ്ടെങ്കിൽ അത് അയാൾക്കായിട്ട് അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അയാളങ്ങനെ ആഗ്രഹിക്കുന്ന ശൈലി ഇല്ല. സംഗതി അയാളുടെ മുതൽ തന്നെയാണ്, പക്ഷേ അയാളത് സ്വന്തം വ്യക്തി താല്പര്യത്തിന് ഉപയോഗിക്കാൻ അയാൾക്ക് ആഗ്രഹമില്ല. കാരണം ഇത് മുസ്ലിമീങ്ങൾക്ക് ഉപകാരം കിട്ടുന്നതാണ്. അങ്ങനെയാ. അതാണ് ആ മൂന്നാമത് പറഞ്ഞ കാര്യം. അതായത് ഹസമത്വമഅ അനിൽ മുസ്ലിമീൻ എന്നാ പറഞ്ഞത്. മുസ്ലിമീങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളുടെ പേരിൽ മുസ്ലിമീങ്ങൾക്ക് ഉപകാരം കിട്ടുമല്ലോ എന്നതിൻ്റെ പേരിൽ
അവൻ മുതലിനോടുള്ള താല്പര്യത്തെ അവൻ മുറിച്ചു മാറ്റി. അങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ അവൻ മുസ്ലിമീങ്ങൾ അവനെ ഇഷ്ടപ്പെടും. സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് ഈ വാചകം നമ്മളോട് പഠിപ്പിക്കുന്നത്. മഹാനവറുകളുടെ ജീവിതത്തിൽ തന്നെ അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. മഹാനവറുകളുടേതായി ഉള്ള മുതൽ, ആ മുതൽ വിറ്റ് കാശുണ്ടാക്കുന്ന പ്രവണതയിൽ നിന്ന് മഹാനവറുകൾ ഒഴിവായി നിന്ന സംഭവമുണ്ട്. ആമുർ റമാദ എന്ന് പറഞ്ഞ ഒരു വരൾച്ചാ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഷാമിൽ നിന്ന് വന്ന ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ നിറച്ചു കൊണ്ടുവന്ന മഹാനവറുകളുടെ ഒരു കാഫിലുണ്ട്. കാഫില എന്ന് പറഞ്ഞാൽ ഒരു കച്ചവട ഒരു സംഘം. ആ സംഘത്തിൽ ധാരാളം കച്ചവട സാധനങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഒരു വലിയ ലോഡ് ഭക്ഷണ സാധനങ്ങൾ ഷാമിൽ നിന്ന് വരികയാണ്. അത് മഹാനവറുകളുടേതാണ്. ഭക്ഷ്യവസ്തുക്കളാണ് അതിലുള്ളത്. അത് വിറ്റാൽ ധാരാളം കാശ് കിട്ടും. പക്ഷെ ആ വിൽപ്പനക്ക് മഹാനവറുകൾ നിന്നില്ല. പിന്നെ മഹാനവറുകൾ അത് കൊടുത്തു. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ആ മുതലിനോടുള്ള താല്പര്യത്തെ വിട്ടു, മുതലിനോടുള്ള താല്പര്യം ഒഴിവാക്കി. എന്നിട്ടത് മുസ്ലിമീങ്ങൾക്ക് വിതരണം ചെയ്തു. ഇപ്പോൾ ഈ വലിയ മുസീബത്തിൻ്റെ ഈ സീസണിൽ, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സീസണിൽ കണ്ടില്ലേ, ഒരുപാട് ആളുകൾ പല ഭക്ഷ്യവസ്തുക്കളൊക്കെ അവരവർ പൈസ കൊണ്ട്, അവരവരുടെ സമ്പത്ത് കൊണ്ട് ഉണ്ടാക്കിയത് അത് അവരവരുപയോഗിക്കാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വിതരണം ചെയ്യുന്നു. നല്ല കാര്യമാണല്ലോ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഉപദേശം അതിലും 3 കാര്യം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇന്ന മിൻ നഈമിദ് ദുനിയാ യക്ഫീകൽ ഇസ്ലാമു നിഅമതൻ, ഇന്ന മിനശ് ശുഗ്ലി യക്ഫീക ത്വാഅത്തു ശുഗ്ലൻ, ഇന്ന മിനൽ ഇബ്റത്തി യക്ഫീകൽ മൗതു ഇബ്റത്തൻ. ദുന്യാവിൻ്റെ അനുഗ്രഹം, ആ അനുഗ്രഹത്തിൽ നിന്ന്, ദുന്യാവിൽ നമുക്ക് കിട്ടാനുള്ളൊരു അനുഗ്രഹം, ആ അനുഗ്രഹത്തിൽ നിന്ന് ഏറ്റവും നല്ല ഒരു മതിയായ അനുഗ്രഹമായിട്ട് കണക്കാക്കേണ്ടത് ഇസ്ലാമിനെയാണ്. ദുന്യാവിൽ മറ്റെന്ത് കിട്ടിയതുമല്ല, എനിക്ക് ഇസ്ലാം അല്ലാഹ് തന്നിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ പടച്ചറബ് നമ്മളെ മുസ്ലിമായിട്ടാണ് ജനിപ്പിച്ചത്. മുസ്ലിമായി ജനിക്കാതെ ആളുകൾ വല്ല നിലയിലും ചിന്തയോട് കൂടെ ദീൻ പിന്നീട് പുൽകിയാലല്ലേ ഉള്ളൂ. അതേ സമയത്ത് നമുക്ക് അല്ലാഹു തആല ഇസ്ലാമിനെയാണ് നൽകിയത്. ഇസ്ലാമല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോൾ ദുന്യാവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ഒരാൾക്ക് മതിയായ ഏറ്റവും നല്ല അനുഗ്രഹമായി കണക്കാക്കേണ്ടത് മറ്റേ ഇസ്ലാമാണ്. വ ഇന്ന മിനശ് ശുഗ്ലി യക്ഫീക ത്വാഅത്തു ശുഗ്ല. അതുപോലെ ജോലി, പണി, അതിൽ നിനക്ക് മതിയായ നല്ല പണിയാണ് ഇബാദത്ത്. പണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരം എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആയിട്ട് ചെലവഴിക്കുക, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുക. അങ്ങനെ നമുക്ക് വിനിയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഇബാദത്താണ്. ഇന്ന മിനൽ ഇബ്റത്തി യക്ഫീകൽ മൗതു ഇബ്റത്തൻ. അതുപോലെ ഗുണപാഠത്തിന് പറ്റിയ കാര്യങ്ങൾ, മനുഷ്യന് പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ, അങ്ങനെ പാഠം ഉൾക്കൊള്ളാൻ ഗുണപാഠം ആകുന്ന വിഷയങ്ങളിൽ ഏറ്റവും നല്ലത് മതിയായ ഗുണപാഠമാണ് മരണം. മറ്റുള്ള ആളുകൾ മരിക്കുമ്പോൾ അത് ഒരാൾ നന്നാവാൻ പറ്റിയ ഏറ്റവും നല്ല ഗുണപാഠമുള്ള വിഷയമാണ് മരണം എന്നത്. മരണം എല്ലാ മനുഷ്യർക്കും വലിയ ഗുണപാഠമാണ്. അതാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശം. തഖബ്ബലല്ലാഹ്, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.